ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗരം മസാല പൊടിച്ചതാണ്. ആ ഗരം മസാല നമ്മൾ ഒരു സമയത്ത് നമ്മൾ ബൾക്കായിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെക്കരുത്. അത് നമ്മൾ കറി വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കാം. അപ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ എല്ലാ കറിക്കും സെയിം മസാല നമ്മൾ ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ നമ്മുടെ എല്ലാ കറിക്കും സെയിം ടേസ്റ്റ് ആയിരിക്കും. ഓരോ മീറ്റിനും നമ്മൾ ആ ഗരം മസാലയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ചിക്കൻ കറി വയ്ക്കുകയാണ്. ചിക്കന് നമ്മൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഗരം മസാല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏലക്കായാണ്. നമ്മൾ ചിക്കന് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ ഏലക്കായ നമ്മൾ കുറച്ച് കൂടി ചേർക്കാം. നമ്മൾ ബീഫിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന ഗരം മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെരിഞ്ചീരകമാണ്. നമ്മൾ ഗോട്ട് കറി വയ്ക്കുകയാണല്ലോ, ഗോട്ടിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് കുരുമുളകും മല്ലിപ്പൊടിയും. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് ഇപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ റെഡിമെയ്ഡ് നമ്മൾ വാങ്ങാം. പക്ഷെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ച് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മല്ലി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ അതിന് മല്ലിയുടെ തീരെ സ്മെല്ല് ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും വെച്ചാൽ നമ്മൾ ആ ഗരം മസാല പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഫ്രഷ് ആയിട്ട് മല്ലിയും കൂടിയിട്ട് പൊടിച്ച് ചേർക്കാം. അങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് നമുക്കിവിടെ ഒരു ചിക്കൻ കറി വയ്ക്കാൻ ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് എടുത്തേക്കുന്ന മസാലകൾ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു 5 കറിയാമ്പൂ, ഒരു തക്കോലത്തിൻ്റെ കഷ്ണം, ഒരു 10 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ കറി നമ്മളിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് പോപ്പി സീഡ്സും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സും കൂടിയിട്ട് ഇതിൻ്റെ കൂടി പൊടിച്ച് ആ കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിത് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഇടാണ്. ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചൂടാക്കാണ്ടേ നമുക്ക് ഈ ഗരം മസാലകളൊക്കെ പൊടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഗരം മസാലകളെല്ലാം കൂടിയിട്ട് എണ്ണ ഒഴിക്കാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മസാലകളെല്ലാം കൂടിയിട്ട് ഈ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് മല്ലി ഇടാം, കറുകപ്പട്ടി ഇടാം, ജാതിപത്രി ഇടാം, കറിയാമ്പൂ ഇടാം, തക്കോല ഇടാം, ഏലക്കായ ഇടാം, കുരുമുളക് ചേർക്കാം, പെരിഞ്ചീരകം ചേർക്കാം. ആദ്യം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഏലക്കായുടെ തൊണ്ടയ്ക്ക് നമുക്കൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടും. അതുകഴിഞ്ഞിട്ട് നമുക്ക് തൊണ്ട് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. മസാലയ്ക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഈ ഏലക്കായുടെ തൊണ്ടയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഈ തൊണ്ടയ്ക്ക് എടുത്ത് നമുക്ക് ആദ്യം തന്നെ മാറ്റാം. ഇപ്പം നമ്മുടെ ഏലക്കായുടെ തൊണ്ടയ്ക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല പൊടി പോലെ നമുക്കിത് പൊടിച്ചെടുക്കാം. മസാല പൊടിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചിക്കൻ കറി വയ്ക്കാനുള്ള മസാലയുണ്ട്. ഇനി നമ്മൾ ഈ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം നമ്മൾ ഈ കറിയിലേക്ക് വേറെ സെപ്പറേറ്റ് ചേർത്താൽ മതി മസാലയായിട്ട്.